ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു തായ് ചിത്രമാണ് അറ്റാക്ക് 13. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 21 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇന്തോനേഷ്യൻ മൂവിയാണ് ദി എലിക്സർ. ഇതൊരു സോംബി ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഒക്ടോബർ 23 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മറാത്തി സീരീസാണ് ബായ് തുജയ പായ്. ഇതൊരു ഫാമിലി ഡ്രാമ വെബ് സീരീസാണ്. ഈ സീരീസ് ഒക്ടോബർ 31 മുതൽ C5 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് യോളോ. ദേവ് കെ ആൻഡ് ദേവിക സതീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാം സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫിലിമാണ് യോളോ. സിംപ്ലി സൗത്ത് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്തതിൻ്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. ദിൽഷ പ്രസന്നൻ, ജിബ്നു ജേക്കബ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സായി കൃഷ്ണ സംവിധാനം ചെയ്ത മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. അടുത്തു തന്നെ മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുന അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്തു തന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം സീരീസാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത് തന്നെ സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ്, ശ്രുതി ജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി CS വിനയൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് തയ്യൽ മിഷൻ. OTT പ്ലാറ്റ്ഫോമായ ടെൻകോട്ടയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 27 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 125 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 30 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ് ബാരാമുള്ള. മാനവ് കോൾ, ഭാഷ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വിഷ്യസ്. ബ്രയൻ ബട്ടൺ സംവിധാനം ചെയ്തൊരു ഹൊറർ മൂവിയാണ് വിഷ്യസ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് കമ്പാനിയൻ. ഡ്രൂ ഹാൻകോക്ക് ആദ്യമായി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമാണ് കമ്പാനിയൻ. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് സീരീസാണ് ലെഗസി. R മാധവൻ, നിമിഷ സജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചാരുകേഷ് ശേഖർ സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ സീരീസാണ് ലെഗസി.
നെറ്റ്ഫ്ലിക്സിലൂടെ 2026 റിലീസ് ഉണ്ടാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ലെഗസി റിലീസിന് വേണ്ടി. അടുത്ത മൂവി വാഷ് ലെവൽ 2. കൃഷ്ണദേവ് യാത്നിക് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഗുജറാത്തി ഭാഷയിലെ അമാനുഷിക മനഃശാസ്ത്രപരമായ ഹൊറർ ചിത്രമാണ് വാഷ് ലെവൽ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഗുജറാത്തി, ഹിന്ദി ഭാഷകളിൽ ഒക്ടോബർ 22 അത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് കുരുക്ഷേത്ര പാർട്ട് 2. ഒരു അനിമേറ്റഡ് മെത്തോളജിക്കൽ ഡ്രാമ സീരീസാണ് കുരുക്ഷേത്ര പാർട്ട് 2. നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഒക്ടോബർ 23 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് മഹാഭാരത് ഏക് ധർമ്മയുദ്ധ്. ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 26 ഇത് OTT റിലീസ് ചെയ്യും. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.